കൊച്ചി വിമാനത്താവളത്തിലൂടെ ആദ്യ വളർത്തുമൃഗമെത്തി. ഖത്തറിൽ നിന്നും രാമചന്ദ്രൻ്റെ ഇവ എന്ന പൂച്ചയാണ് നെടുമ്പാശ്ശേരിയിലെത്തിയത്. എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇവ എത്തിയത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ഇരുന്നു. വിഷ്ണു, ഇവ ആരോഗ്യവതിയായിരിക്കുന്നോ? ഹാഷ്മി ആരോഗ്യവതിയായിരിക്കുന്നു. കൊച്ചി വിമാനത്താവളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്, പക്ഷെ കേരളത്തിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായാണ് വിദേശത്ത് നിന്ന് ഓമന മൃഗങ്ങളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് അനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സേവനം കൊച്ചി വിമാനത്താവളത്തിന് ലഭിച്ച് അതിൽ പ്രകാരം ആദ്യമായാണ് ഒരു ഓമനമൃഗം വിമാനത്താവളം വഴി കേരളത്തിലേക്ക് എത്തിയത്. ചേലക്കര സ്വദേശി രാമചന്ദ്രനാണ് പൂച്ചക്കുട്ടിയുമായി ഇങ്ങോട്ടേക്ക് എത്തിയത്. അതിനുശേഷം പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് ഈ പൂച്ചക്കുട്ടിയെ പുറത്തേക്ക് ഇറക്കിയത്. നാളെയും സമാനമായ രീതിയിൽ വളർത്തുമൃഗങ്ങൾ എത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ വളർത്തുമൃഗങ്ങൾക്ക് അസുഖങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിൽ ക്വാറന്റൈൻ സംവിധാനം വിമാനത്താവളത്തിനകത്ത് തന്നെ ഏർപ്പെടുത്തും. അതിനുശേഷം 15 ദിവസത്തിന് ശേഷമായിരിക്കും ഈ അസുഖ ബാധിതരായ ഈ വളർത്തുമൃഗങ്ങളെ പുറത്തേക്ക് വിടുക. അങ്ങനെ പൂർണ്ണമായ പരിശോധനകളൊക്കെ നടത്തിയ ശേഷമാണ് ഈ മൃഗങ്ങളെ പുറത്തേക്ക് വിടുക. ഇന്ന് ഏകദേശം 11:30 കൂടിയാണ് ഈ ഇവ എന്ന് പറയുന്ന പൂച്ച ഇങ്ങോട്ടേക്ക് എത്തിയത്. ചേലക്കര സ്വദേശിയാണ് എത്തിയത്. പൂച്ചയാണെങ്കിലും പൂച്ചയ്ക്കും ഉണ്ട് പാസ്പോർട്ടൊക്കെ. വിഷ്ണു, അശ്മി പാസ്പോർട്ട് ഉണ്ട്. 340 റിയാൽ ആണ് അതിന്റെ ഒരു ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചെലവായ തുക. സർട്ടിഫിക്കേഷൻ പ്രോസസ്സിന് 7 ദിവസമാണ് സമയമെടുക്കുക. അതെല്ലാം ഈ ടിക്കറ്റ് എടുക്കുന്നത് ഏത് കമ്പനിയാണോ അവർ തന്നെ അതെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ ഇനി അങ്ങോട്ടേക്ക്, അതായത് വിദേശത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരുന്നതിന് ആളുകൾക്ക് ആശങ്ക വേണ്ട. നേരത്തെ അത്തരത്തിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. പലരും അവിടെ ഉപേക്ഷിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക. അതൊക്കെ ഒഴിവാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാകും. ഇതിപ്പോൾ തന്നെ ഇവർക്ക് വഴിയിൽ നിന്ന് ലഭിച്ച ഒരു പൂച്ചക്കുട്ടിയാണ്. അതിനെ അവിടെ ഉപേക്ഷിച്ചു വരാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിച്ചത്. അത് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി സുഗമമായി എത്തി അവർ നാട്ടിലേക്ക് പോയി. അശ്വിൻ, വഴിയിൽ നീട്ടിയ പൂച്ചയാണെങ്കിലും നല്ല മിടുക്കി പൂച്ച. വിഷ്ണു, അശ്വിൻ, അതെ, വഴിയിൽ നിന്ന് കിട്ടിയ പൂച്ചയാണെങ്കിലും നല്ല രസമാണ് കാണാൻ. അത് കാണാൻ വേണ്ടി തന്നെ അവിടെ ആ സമയത്ത് ആളുകളൊക്കെ എത്തിയിരുന്നു. പ്രത്യേകിച്ച് വിമാനത്താവളത്തിനകത്ത് ജോലി ചെയ്യുന്ന മറ്റു യാത്രക്കാരൊക്കെ ഇതിന്റെ കൗതുകം മനസ്സിലാക്കിയത് ആദ്യമായാണ്. ഒരുപക്ഷെ കേരളത്തിൽ വിമാനത്താവളങ്ങൾ ആരംഭിച്ച ശേഷം ഏറ്റവും ആദ്യമായാണ് ഇങ്ങനെ ഒരു സംവിധാനം വിദേശത്ത് നിന്ന് വളർത്തുമൃഗങ്ങളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു അനുമതി. ഒരു മാസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി സിയാലിന് ലഭിച്ചത്. പിന്നീട് അതിന് ശേഷം ഒരു ക്വാറന്റൈൻ സെന്റർ നിർമ്മിക്കണമെന്ന് നിർദ്ദേശം ഉണ്ടായിരുന്നു. ആ ക്വാറന്റൈൻ സെന്റർ കഴിഞ്ഞ മാസം ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ആ ക്വാറന്റൈൻ സെന്റർ ഇതിൽ ഏറ്റവും നിർണായകമാണ്. അതായത് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന ഈ വളർത്തുമൃഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അവരെ പുറത്തേക്ക് ഇറക്കില്ല. അവിടെ പരിശോധന നടത്തി 15 ദിവസത്തേക്ക് അവിടെ ക്വാറന്റൈൻ ആക്കി അസുഖങ്ങൾ മോചിതമാക്കിയ ശേഷം മാത്രമായിരിക്കും പുറത്തേക്ക് ഇറക്കുക. നേരത്തെ ഈ എത്തുന്ന വളർത്തുമൃഗങ്ങളുടെ അസുഖങ്ങൾ പകരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും. അതെല്ലാം തടയുന്നതിന് വേണ്ടിയുള്ള പ്രിക്കോഷനൊക്കെ എടുത്ത് കൃത്യമായ നടപടികൾ പാലിച്ചാണ് ഈ മൃഗങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നത്. ഹാഷ്മി, വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. 350 റിയാൽ എന്ന് പറയുമ്പോൾ 18,000 സൗദി റിയാലാണെങ്കിൽ 10,000 രൂപ. ഖത്തർ റിയാലാണ് എത്രയാണ് അറിഞ്ഞുകൂടാ. എന്നാലും 7,872 സൗദി റിയാലാണെങ്കിൽ അതിനടുത്തൊക്കെ വരും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാദ്യമായാണ് കേരളത്തിലേക്ക് അങ്ങനെ ഒരു വളർത്തുമൃഗം അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കൊച്ചി വിമാനത്താവളം വഴി എത്തുന്നത് എന്നുള്ളതാണ്. ഖത്തറിൽ നിന്ന് രാമചന്ദ്രൻ്റെ ഇവ എന്ന പൂച്ചയാണ് നെടുമ്പാശ്ശേരിയിലെത്തിയ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു. ഒരു പെറ്റ് പാസ്പോർട്ട് എന്ന പറഞ്ഞ ഒരു കുഞ്ഞു പാസ്പോർട്ടൊക്കെ അതിനുണ്ട്. ഇത് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ പറയുന്നത് പോലെ അതിൻ്റെ രണ്ട് കണ്ണുകൾക്ക് 2 നിറം എന്നൊക്കെ പറഞ്ഞു. ശരിയാട്ടോ, നല്ല രസമുണ്ട് കാണാൻ.